കുലുക്കിയ ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ വിധി ഇന്ന് 17 മാർച്ച് 2026 കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രസ്താവിക്കപ്പെടുന്നു. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരിക്കെ ആക്രമിക്കപ്പെട്ട യുവ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടതിന്റെ കേസിൽ പ്രതി സന്ദീപിനെതിരായ വിചാരണയ്ക്കും വിധിക്കും ഇന്ന് മുഖ്യ ദിനമാണ്. കേരളത്തിന്റെ കയ്യിലുള്ള ഏറ്റവും പ്രശസ്ത ക്രൈം കേസുകളിൽ ഒന്നാണ് ഡോക്ടർ വന്ദനദാസ് വധക്കേസ്. 2023 മെയ് 10 രാവിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ ആയിരുന്ന ഡോക്ടർ വന്ദനദാസ് തന്റെ ഡ്യൂട്ടിയിൽ ടെൻഷനെ സമാധാനപരമായി കൈകാര്യം ചെയ്യുമ്പോൾ പൂയപ്പള്ളി സ്വദേശിയായ 42 വയസ്സുള്ള അധ്യാപകൻ സന്ദീപ് ക്രൂരമായി കത്രിക ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേസിൽ പ്രോസിക്യൂഷൻ 70-ലധികം സാക്ഷികളെ, 22 തൊണ്ടി മുതലുകൾ, 207 രേഖകൾ എന്നിവ ഇൻക്ലൂഡിംഗ് CCTV ദൃശ്യങ്ങൾ കോടതിക്ക് മുമ്പിൽ ഹാജരപ്പെടുത്തി. പ്രതി പോലീസ് കൊണ്ടുവന്ന ശേഷം ഡോക്ടർ വന്ദനദാസിനെ അടക്കമുള്ളവരെ ആക്രമിക്കുകയും അതിനു പിന്നാലെ വന്ദനദാസ് മരിക്കുകയുമായിരുന്നു. 23 വയസ്സുള്ള ഡോക്ടർ വന്ദനദാസ് MBBS പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഹൗസ് സർജൻ ആയിരുന്നു. പ്രതിയായ സന്ദീപിനെ 3 വർഷം നീണ്ട അന്വേഷണവും വിചാരണവും ശേഷം ഇന്ന് വിധി പ്രസ്താവിക്കാനിരിക്കുകയാണെന്ന് കോടതിയും മാധ്യമങ്ങളും അറിയിച്ചു. പ്രതി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാദം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ സ്ഥാപിച്ച തെളിവുകൾ ഇല്ലെന്നാണ് കോടതി മുമ്പ് നിലപാട്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കുന്നു. വിചാരണ നടപടികൾ കഴിഞ്ഞതിനാൽ സമഗ്രമായ പ്രോസിക്യൂഷൻ പ്രതിയുടെ വാദങ്ങൾ, സാക്ഷികളുടെ വിശദ മൊഴികൾ ഇതിനകം കേൾപ്പിച്ചിട്ടാണ് കോടതി വിധി പറയുന്നത്. ഇന്ന് രാവിലെയുള്ള കോടതി നടപടികളിൽ വാദങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും കോടതി കൊലപാതകത്തിന് അനുയോജ്യമായ ശിക്ഷ നൽകുമോ എന്നത് തന്നെ തീരുമാനിക്കാനുണ്ട്. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഡോക്ടർ വന്ദനദാസ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവത്തിൽ സർക്കാർ, ആരോഗ്യ സംഘടനകൾ, ഡോക്ടർമാർ, സംസ്ഥാനമാകെ നീതി ലഭിക്കണമെന്ന് കേസ് വിധി പ്രസ്താവനയുടെയും ഈ കേസിന്റെ അടുത്ത പ്രവർത്തനങ്ങളും നിയമപരമായ പ്രതികരണങ്ങളും ഉണ്ടാവുമെന്നാണ് ആശങ്കയും പ്രതീക്ഷയും.